ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഐശ്വര്യവും സന്തോഷം നിറഞ്ഞ ഒരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂ ഇയർ അല്ല, നാനോ ഇയറാണ്. അങ്ങനെ കാണാനാണ് എനിക്ക് താല്പര്യം. കാരണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ വർഷം എനിക്ക് ലൈഫ് വിത്ത് നാനോ എന്ന ഈ ചാനൽ കൊണ്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ അടുത്ത വർഷം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം എൻ്റെ നാനോ ഇയറാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഒരൊറ്റ ദിവസം കൊണ്ട് 700ഓളം പേരാണ് കണ്ടത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈ 700 പേരിൽ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആകെ 48 പേരാണ്. അതത്ര കുറവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും 4800ഓളം പേര് നമ്മുടെ വീഡിയോ കണ്ട് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ 48 പേര് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക, വിമർശിക്കുക, ഇങ്ങനെയൊക്കെ നമ്മുടെ വളർച്ച അവരും കൂടി ആഗ്രഹിക്കുന്നു എന്നറിയുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. അത് ഈ 700 പേരിൽ 48 പേര് എന്നത് വളരെ വാല്യുബിളാണ്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കുറേ പേർക്ക് പിന്നെ സബ്സ്ക്രിപ്ഷൻ അറിയുന്നുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, നേരെ തിരിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണമാണ് എന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളായിട്ട് അങ്ങനെ ഒരാൾ വളരണ്ട, ഒരു ചെടി പോലും ഞാനായിട്ട് വയ്ക്കില്ല, മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തരാണെങ്കിൽ അല്ലെങ്കിൽ ആ തണലിൽ ജീവിക്കാം, നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഈ 48 പേരിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഈ 48 പേരിൽ ചുരുങ്ങി നിന്ന് ഈ 700 പേരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നെഗറ്റീവായി പോകാം. നേരെ തിരിച്ച് ഈ 700ഓളം പേരെയും മൈൻഡ് ചെയ്യാതെ ഈ 48 പേരിലേക്ക് ഫോക്കസ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് പോകാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ചാനൽ പെർഫെക്റ്റ് അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്, തുറന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ തുടങ്ങാനും തുടർന്നു പോകാനുള്ള കാരണങ്ങളിലൊന്ന്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10% പോലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, പെർഫെക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് റഫ് എഡിറ്റ് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ വെറുതെ കിടക്കുകയായിരുന്നു. സിനിമയെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന, സിനിമയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല സിനിമകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് തൃശ്ശൂരുള്ള ഷൺമുഖദാസ് സാർ. ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് പുള്ളി എന്നോട് വളരെ പേഴ്സണലി ആത്മാർത്ഥമായി പറഞ്ഞൊരു വേർഡാണ്, ഹരി, പെർഫെക്റ്റായിട്ട് എന്തും ചെയ്യൂ എന്നുള്ള തീരുമാനം നല്ലതാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നല്ലതാണ്. പക്ഷേ അങ്ങനെ വാശി പിടിച്ചിരുന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്പസ്വല്പം കുഴപ്പങ്ങളുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ടേണായിരുന്നു ആ ഒരു വാചകം. ഞാൻ അന്ന് തന്നെ സ്റ്റുഡിയോയിൽ വന്ന് ആദ്യം ചെയ്തത് ഈ ഷോർട്ട് ഫിലിം കാണുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതിലുള്ളൊരു 90% കുഴപ്പങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഈ 10% ഓക്കെ എന്നുള്ള പോസിറ്റീവ് സൈഡ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഷോർട്ട് ഫിലിം ചെയ്തു. കാണാത്തവർക്ക് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് ഇടാം. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകത്തിൻ്റെ മുകളിൽ എനിക്ക് ആ സിനിമ പൂർത്തിയാക്കി ആളുകളെ കാണിക്കാൻ കഴിഞ്ഞു. ആ ഒരൊറ്റ ഷോർട്ട് ഫിലിം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, യാത്ര ചെയ്യുന്നവർ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കാശ്മീർ. എനിക്ക് ഈ ചെറിയ സിനിമയും കൊണ്ട് ലഡാക്കിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സിനിമ പൂർത്തിയാക്കിയതുകൊണ്ട് മാത്രമാണ്. ഒപ്പം തന്നെ മറ്റ് ഒരുപാട് എക്സ്പീരിയൻസ് വേറെയുണ്ട്. അതൊന്നുകൂടെ കൂടുതൽ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. ഈ പുതുവത്സരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനങ്ങനെ പറയാൻ തരത്തിലുള്ള ഒരാളായിട്ടൊന്നുമല്ല, എങ്കിലും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ആ വാക്കുകൾ അതെനിക്ക് വളരെ വാല്യുബിളാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ പുതുവത്സരത്തിൽ എന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഈ വർഷം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, മുന്നോട്ട് വരാൻ നമുക്ക് തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ടാവാം. നമ്മൾ പെർഫെക്റ്റായിട്ടേ ചെയ്യൂ. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന ചിന്ത ആരുടെ കാഴ്ചപ്പാടാണ്? ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കാം. അപ്പം നമ്മൾ നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലാണ് നമ്മളിതിൻ്റെ ക്വാളിറ്റിയും
അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ചിന്തയുടെ പേരിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് സത്യമാണ്. എൻ്റെ ലൈഫിൽ അത് പ്രാക്ടിക്കലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ, എനിക്കിങ്ങനെയുള്ള കുറവുകളുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് ക്വാളിറ്റി ഇല്ല, പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇതും ഇല്ലാത്ത പ്രശ്നമാണ് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ കാണുന്ന ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ചിന്ത തന്നെയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷം വരെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ ഒരു പുതിയ കാൽവയ്പ് എടുക്കുക. ഈ ന്യൂ ഇയർ നിങ്ങൾക്ക് ഒരു നല്ല ഇയർ ആവട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള പലതരം ചിന്തകളും പ്രവൃത്തികളും ഒക്കെ പ്രാക്ടിക്കലാവട്ടെ. അല്പം കുഴപ്പങ്ങളുണ്ടെങ്കിലും നെവർ മൈൻഡ്, മുന്നോട്ട് പോകാം. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ മരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ചെറുതൊന്നല്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായി ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാ തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എനിക്ക് ഈ പുതിയ ഇയർ എൻ്റെ നാനോ ഇയറാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്. കള്ളായിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ വിഷയം. കള്ള് മാത്രം പോരല്ലോ, ടച്ചിങ്സും വേണ്ടേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റാവുന്ന ഒരു ചെറിയ ടച്ചിങ്സാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് പൊടിയുപ്പുണ്ടായാൽ മാത്രം മതി. പൊടിയുപ്പുകൊണ്ട് എങ്ങനെ ടച്ചിങ്സ് എന്നല്ലേ? കമോൺ, അടുത്ത വീഡിയോയിൽ കാണാം.